റോസാക്ക് വിവരം അറിയിക്കട്ടെ? അറിഞ്ഞാൽ ആ പാവാകെ വിഷമിക്കും. വേണ്ട. എന്തിനാ പരാതിയില്ലാന്ന് പറഞ്ഞത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പോലീസ് കേസ് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അത് പറ്റില്ല. ആരോ മനഃപൂർവ്വം ചതിക്കാൻ വന്നതാ. ആരായാലും കണ്ടുപിടിച്ചേ പറ്റൂ. ആരാ എന്താന്നൊക്കെ അന്വേഷിക്കാൻ പോയല്ലേ പിന്നെ ഞാൻ ആ പഴയ പണി തുടരേണ്ടി വരും. ഇയാൾ കുറച്ചു മുമ്പല്ലേ പറഞ്ഞേ എല്ലാം ഉപേക്ഷിക്കാൻ? സ്വന്തം നിലനിൽപ്പിന് അത്യാവശ്യം അടിയിടിയൊക്കെ ആവാം. അടിച്ചവനെ തിരിച്ചടിക്കും. സ്വന്തം നിലനിൽപ്പിന് അത്യാവശ്യം അടിയിടിയൊക്കെ ആവാം.
നമസ്കാരം. നമസ്കാരം നമസ്കാരം. എന്താ വൈകിയത്? നമ്മുടെ ജില്ലാ സെക്രട്ടറിയും കൂടെ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഫോൺ ചെയ്ത് പറയുന്നു ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പൊ വരില്ലേ? വരും കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയുന്നു. ജോസേന്റെ പേരക്കുട്ടിയുടെ പിറന്നാളിന് ഞാനില്ലാതെ എന്താഘോഷം? വിളിക്കാത്ത പാട്ടിൽ നിനക്കെന്താണ് കാര്യം? മാന്യന്മാർ ഒത്തുപിടിക്കുന്നിടത്ത് ഒരു സീൻ ഉണ്ടാക്കാനാണ് ഭാവെങ്കിൽ വന്ന കുറച്ചിലായിരിക്കില്ല തിരിച്ചു പോകുന്നത്. കോളേജ് പിള്ളേരുടെ കൂടെ സ്റ്റാർ ഹോട്ടലിൽ പോയി അന്തിക്ക് 2 ലാർജ് അടിച്ച് മഴ നൃത്തം ആഘോഷിക്കുന്ന നിന്റെ ഈ ഭാര്യയുടെ സ്റ്റാറ്റസിൽ അഭിമാനം കൊള്ളുന്ന നീയാണോ മാന്യൻ? ജോസേന്റെ കുഞ്ഞുമോളെ പിറന്നാൾ കൊഴിപ്പിക്കാൻ ഞാനൊരു കിൻഡില് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കൊടുക്കണ ജോസേന്റെ ഒരു സമ്മാനം. നോ നോ എന്റെ അപ്പന്റെ നേരെ കൈ ഉയർത്താൻ മാത്രം നീ വളർന്നിട്ടില്ലടാ. ഞാൻ ഐസക് ജോൺ, ജോസേട്ടന്റെ മോനാ. ഉശിരുള്ള ആമ്പിള്ളേരുള്ളപ്പോ കളി നേർക്ക് നേരെ, അതാണ് ആണത്വം. ഇത് നിന്നെ പോലെ ജിമ്മി പോയിട്ട് ഇരുമ്പ് പൊക്കിണ്ടാക്കിയ ശരീരല്ല, കോഴിക്കോട് പാളയം മാർക്കറ്റിൽ അധ്വാനിച്ചുണ്ടാക്കിയ ശരീര. ഇത് വെച്ചൊരു അലക്കാലക്കണ്ടല്ല, അപ്പനെ കയറി ജോസേട്ടാന്ന് വിളിക്കുന്ന നിന്റെ കാളസ അപ്പ കീറും. നാട്ടുമ്പുറത്ത് ഊച്ചാലയോട് സംസാരിക്കുന്ന ഭാഷ നീ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ, അറിയില്ല നിനക്കെന്നെ. അറിയടാ, നന്നായിട്ടറിയാം. നിന്റെ അപ്പം പഠിക്കാത്ത ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ ഡൽഹി പോയ നീ ഇന്ന് ലാൻഡ് ചെയ്തപ്പോഴേ ഞാൻ തീരുമാനിച്ചു എന്റെ അടുത്ത ഇര നീയാണെന്ന്. മോനെ ഐസ്പ്രൂട്ടെ, ഞങ്ങളെ പോലുള്ളവരെ മാനേജ് ചെയ്യാൻ നിപ്പ പിടിച്ച മാനേജ്മെന്റ് മാത്രം പോരാ, മേലാൽ ഇത്തരത്തിലുള്ള പോക്കിരുത്തരന്ന് നിന്നാ. സ്മാർട്ട് ആകാം, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത്. എന്നെ അപ്പനെ അപമാനിച്ച് നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നിന്റെ അന്ത്യം വരെ നിഴല് പോലെ ഞാനുണ്ടാകും. സൂക്ഷിച്ചോ.